ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ മൂവാണ്ടമാവിൽ ഈ മഴയത്തും കാച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. 2-3 തവണയൊക്കെ വർഷത്തിൽ ആ മാവ് കായ്ക്കാറുണ്ട്. അപ്പോൾ ഒരു തവണത്തെ പൂക്കലും കായ്ക്കലും പഴുക്കലും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കണണ്ടപ്പോൾ ഞാൻ അച്ചാറിടാലോ എന്ന് വിചാരിച്ച് പൊട്ടിച്ചതാണ് ഇത്. പിന്നെ പഴുക്കാനായിട്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയല്ലേ കേടായി പോവും. അപ്പോൾ ഞാനിത് അച്ചാറിടാൻ പോവാണ്. അച്ചാറിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മാങ്ങയ്ക്ക് കളർ കണ്ടാലും അത് കേടായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ മഴക്കാലത്ത് കടയിൽ വെച്ചിട്ടുള്ള മാങ്ങ ശ്രദ്ധിച്ചാലും കാണാം ഇങ്ങനത്തെ കളറായിരിക്കും അതിൻ്റെ തൊലിക്കൊക്കെ. പിന്നെ ഈ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ ഇത്. മൂവാണ്ട മാങ്ങയ്ക്ക് ചുണ കൂടുതലാണ്. എല്ലാ മാങ്ങയും ഞാൻ തൊലി എത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ഫ്രഷ് മാങ്ങയാണ് കേട്ടോ. ചിലത് 2-3 എണ്ണമൊക്കെ കുറച്ച് മൂപ്പെത്തിയതുണ്ട്. ബാക്കിയെല്ലാം നല്ല ചള്ള് മാങ്ങകളാണ്. ഇത് ഞാനിപ്പോൾ തൊലിയെത്തി എടുത്തപ്പോഴത്തേക്കും അതിലെണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാങ്ങ കൊതിയന്മാരായ എൻ്റെ 3 മക്കളുടെ കൈകൾ നീണ്ടു വന്നു. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ളതിന് ഞാൻ അച്ചാറാക്കാൻ പോവാണ്. ഇത് കണ്ടോ, ഒരെണ്ണത്തിൽ ചെറിയൊരു കേട് പോലെ ഉണ്ട് കേട്ടോ. ഇത് ഈ മഴക്കാലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ മിക്കതും അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ വേഗം തന്നെ അത് പൊട്ടിച്ചത്. പഴുക്കാനായി നിർത്തിയാൽ മിക്കവാറും പുഴു വരും. ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. ബാക്കിയെല്ലാം നല്ല മാങ്ങകളാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അതായത് ഞാൻ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടാലും നമുക്ക് തോന്നും ഇത് അച്ചാറിടാനുള്ള പാകത്തിനൊന്നല്ലല്ലോ അരിഞ്ഞിട്ടുള്ളതെന്ന്. ഞാനിത് പകലല്ല കേട്ടോ, രാത്രിയാണ് ചെയ്യണത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതായതുകൊണ്ടേ ഇത്രയും അധികം മാങ്ങ ഉണ്ടല്ലോ. അപ്പോൾ അരിയാൻ എനിക്ക് കുറച്ച് മടി തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി വലിയ കഷ്ണാക്കിയിട്ട് അങ്ങോട്ട് അരിഞ്ഞു. മാങ്ങച്ചാറ് നമുക്ക് വലിയ കഷ്ണാക്കിയിട്ടോ ചെറിയ കഷ്ണാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം. അത് കുറച്ച് നാൾ ഇരുന്ന് മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ ഏത് വലുപ്പത്തിലിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അച്ചാറിടാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം, ഉലുവിട്ട് കൊടുക്കണം, പിന്നെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ടൊന്ന് വഴറ്റണത്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണത്. പകൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങച്ചാറിടൽ പകൽ എന്തായാലും നടക്കില്ല എന്ന് തോന്നിയപ്പോൾ അത് രാത്രിയിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാത്രിയിലാവുമ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് സ്വൈര്യമായിരുന്ന് അരിഞ്ഞ് നമുക്ക് സാവധാനം പോലെ അച്ചാറിടാമല്ലോ. എനിക്കാണെങ്കിൽ അച്ചാറിടുമ്പോൾ അതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. അല്ലാതെ പകുതി ചെയ്ത് വെച്ച് പകുതി അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ ഈ മൂവാണ്ടമാവ് നന്നായി കായ്ക്കണ ഒരു മാവാണ് കേട്ടോ. ഇതിലിപ്പോൾ ഒരു തവണ നന്നായിട്ട് പൂത്ത് കാച്ച് അത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് പൂത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം മാങ്ങ കിട്ടാറുണ്ട്. അങ്ങനെ വർഷത്തിൽ ഏകദേശം 3 തവണയൊക്കെ കായ്ക്കണ ഒരു മാവാണിത്. ഞങ്ങൾക്ക് ശരിക്കും 2 മാവുണ്ട് കേട്ടോ. പക്ഷെ ഒരു മാവിലെ മാങ്ങ ഞങ്ങൾക്ക് തീരെ ഉപയോഗിക്കാനേ കിട്ടാറില്ല. എപ്പോഴും പുഴു വന്ന് കേടായി പോവും. പച്ചയ്ക്കായാലും അതിൽ നിറയെ കേടായിരിക്കും. അപ്പോൾ ആ മാവ് കൊണ്ട് ശരിക്കും ഒരു ഉപയോഗമില്ല എന്ന് തന്നെ പറയാം. എന്നാലും നല്ലൊരു തണലാണ്, നല്ല പടർന്ന് പന്തലിച്ചിട്ടുള്ളൊരു മാവാണ്. ഒരു മാങ്ങ കണ്ടാൽ ഒരു തേങ്ങയുടെ അത്രയും ഉണ്ടാവും. അത്രയും വലുപ്പമുള്ള മാങ്ങയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ പഴുത്ത മാങ്ങ, അതിൻ്റെ കുരു മുളച്ചുണ്ടായതാണ് അത്. പക്ഷെ നമുക്കത് വല്ലപ്പോഴും ഒരെണ്ണമൊക്കെ നല്ലതായിട്ട് കിട്ടുള്ളൂ. മിക്കവാറും എല്ലാം പുഴു വന്ന് കേടായി പോകാറാണ് പതിവ്. പക്ഷേ ഈ മൂവാണ്ടമാവ് നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. നന്നായിട്ട് മാങ്ങ ഉണ്ടാവും. പഴുത്തിട്ട് മാങ്ങ കഴിക്കാനും പറ്റും, പച്ചയ്ക്കും എല്ലാം അച്ചാറിടാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവിനും ഒക്കെ അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ 3 മക്കളും പഠിക്കാൻ പോകുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ മൂത്താൾ ചോറൊന്നും കഴിക്കില്ല, അവൻ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. 2 പേർക്ക് ചോറ് കൊടുത്തയക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അച്ചാർ കിട്ടുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ മഴക്കാലത്ത് ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ഈ മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തത്. മേലെ നല്ല വഴുക്കലുണ്ടായിരുന്നു. ടെറസിൻ്റെ മേലെ കയറി പതുക്കെ ശ്രദ്ധിച്ച് പൊട്ടിച്ചെടുത്തതാണത്. എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടണതല്ലല്ലോ. ഇത് ഇപ്പോൾ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിട്ട് വെച്ചാൽ കുറേ നാളത്തേക്കായി.
മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായി. അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു എരിവും പുളിയൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു അച്ചാർ നല്ലതല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പൊട്ടിച്ച് അച്ചാറിട്ടത്. പിന്നെ ഈ മാങ്ങയൊക്കെ എത്രയോ പേർക്ക് മാങ്ങയൊക്കെ ഒരു മാങ്ങ പോലും കിട്ടാത്തവരുണ്ട്. അതുപോലെ കടയിൽ നിന്ന് എത്ര പൈസ കൊടുത്തിട്ടാണ് മാങ്ങ വാങ്ങണത്. അപ്പം നമ്മളിത് മഴയാണെങ്കിലും അത് കളയണ്ടെന്ന് തോന്നി. അങ്ങനെ എല്ലാതൊന്നും കിട്ടാറില്ല, എന്നാലും നമുക്ക് പറ്റണത് കളയാതെ നമ്മൾ ഉപയോഗപ്പെടുത്താന്നുള്ളതാണല്ലോ. നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇട്ട് കൊടുത്തത് ഉലുവാപ്പൊടിയാണ്. ലാസ്റ്റ് കായപ്പൊടി ചേർത്ത് കൊടുത്ത് ഇപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ അരിയാനിരുന്നിട്ട് എൻ്റെ വിരൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മുറിച്ചുള്ള കത്തിയാണ്, പോളിഗാർഡിൻ്റെ കത്തി. അപ്പോൾ അത് വെച്ചിട്ട് കുറേ മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് സ്പീഡിലൊന്ന് അരിഞ്ഞതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അത് സാരമില്ല, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടമ്മമാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നതാണല്ലോ. പിന്നെ ഈ അച്ചാർ സ്പെഷ്യലായിട്ടുള്ളൊരു അച്ചാറൊന്നല്ല കേട്ടോ, നമ്മുടെ സാധാ മാങ്ങ അച്ചാർ. ഞാൻ ഇന്നും ഇടാറുള്ള പോലെ ഞാൻ ഇടയ്ക്കൊന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അച്ചാർ ഇടുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഇതിപ്പോൾ കുറച്ചധികം മാങ്ങയുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് സാധാരണ ഒരു അച്ചാറായിട്ടാണ് കേട്ടോ ഇടുന്നത്. എങ്ങനെയായാലും മാങ്ങച്ചാറാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് സമയം കുറവായതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പോൾ ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി. ഇന്നെന്തായാലും ഇത് ചൂടാറിയിട്ട് കുപ്പിയിലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിത് അടച്ച് ഒന്ന് ആവി കളഞ്ഞ് ആവിയൊക്കെ പോയി കഴിയുമ്പോൾ ഒന്ന് അടച്ച് മൂടി വെച്ചിട്ട് നാളെ രാവിലെയാണ് കേട്ടോ അത് കുപ്പിയിലേക്ക് മാറ്റണത്. ഉലുവാപ്പൊടിയൊക്കെ നന്നായി ചേർത്തിട്ടുള്ളത് കൊണ്ടേ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതിന് ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചാറെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയൊക്കെ പോയി ഒന്ന് ചൂടാറുമ്പോൾ ഇത് അടച്ച് മൂടി വയ്ക്കും. മഴയായതുകൊണ്ടേ കുറച്ച് തുണികൾ ഉണങ്ങാത്തതൊക്കെ അകത്ത് തന്നെ ഫാനിട്ട് വിരിച്ചിടണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്തായാലും എൻ്റെ അച്ചാറിൻ്റെ ആവിയൊക്കെ പോയി ചൂടാറിയിട്ടുണ്ടാവും. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാറൊന്ന് തുറന്ന് നോക്കിയാലോ. അച്ചാർ നന്നായിട്ട് ചാറൊക്കെ കുറുകി നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു കുപ്പിയിലേക്ക് മാറ്റണം. രാത്രി മുഴുവൻ ഈ ചട്ടിയിലിരുന്നപ്പോൾ കണ്ടു അച്ചാറൊന്ന് ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒതുങ്ങിയെന്ന് പറയാം. വടിയിൽ കണ്ടോ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിരിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഞാൻ അച്ചാറിട്ട് വയ്ക്കുന്ന 2 ചില്ലു കുപ്പികളുണ്ട് കേട്ടോ. അത് രണ്ടും ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലാണ് നമ്മളിത് ഇട്ട് വയ്ക്കാൻ പോണത്. അത് രണ്ടും ഫുള്ളാവാനുള്ള അത്രയും അച്ചാറില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഒരെണ്ണത്തിൽ എന്തായാലും ഫുള്ളാവുന്ന ഉറപ്പാണ്. എന്തായാലും ബാക്കി കുറച്ചുണ്ടാവും. അപ്പോൾ 2 കുപ്പിയിലായിട്ട് നമുക്കത് ഇട്ട് വയ്ക്കാം. ഇതാണ് കേട്ടോ ആദ്യത്തെ. ഞാൻ ആദ്യം ഇട്ട് വയ്ക്കാൻ പോണത് ഈ കുപ്പിയിലാണ്. അപ്പം നമുക്ക് അച്ചാർ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. എൻ്റെ ആൺമക്കൾക്ക് 2 മാങ്ങ കുത്തി ചതച്ച് അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കണതാണ് കേട്ടോ കൂടുതലിഷ്ടം. അച്ചാർ ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ മോൾക്കാണ്. അവളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് 3 പേരും വീട്ടിലുണ്ട്. അപ്പോൾ എനിക്കിന്ന് പണികളൊക്കെ സാവധാനം പോലെ ചെയ്താൽ മതി. സ്കൂളുള്ള ദിവസമാണെങ്കിൽ നിന്ന് തിരിയാൻ പോലും നേരം ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ഓട്ടപ്പാച്ചിലായിരിക്കും രാവിലെ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, അതൊക്കെ പാത്രത്തിലാക്കണം, നല്ല തിരക്കായിരിക്കും. അതിപ്പോൾ ഏത് വീട്ടിലായാലും നമ്മൾ വീട്ടമ്മമാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് രാവിലെ എണീക്കുന്നു, അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്നു, അവരെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു, പിന്നെ നമ്മുടെ വീട്ടിലെ മറ്റു പണികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സമയം പോകാനായിട്ട് ഒട്ടും വിഷമമില്ല അല്ലേ. നമുക്ക് എന്താ പറയുക, റെസ്റ്റിനുള്ളൊരു സമയം കണ്ടെത്താന്നുള്ളതാണ് പ്രയാസം. അപ്പം നമ്മുടെ ആദ്യത്തെ കുപ്പി നിറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഞാൻ കാണിച്ചില്ലേ, ചട്ടിയിൽ അത്രയും ബാക്കിയുണ്ട് അച്ചാർ. അപ്പം നമുക്ക് മറ്റേ കുപ്പിയിലും കൂടെ നിറച്ച് കൊടുക്കണം കേട്ടോ. അതിനു മുമ്പ് ഈ കുപ്പിയിൽ ഞാൻ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മേലെ പൂപ്പലൊന്നും വരാതിരിക്കാനായിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഇനി നമുക്കത് അടച്ച് മൂടി ഒരു 3-4 ദിവസം ഒന്ന് സെറ്റാവാനായിട്ട് വെക്കാം. അതിൻ്റെ ഇടയിൽ പിള്ളേരത് തീർക്കാതിരുന്നാൽ ഭാഗ്യം. അപ്പോൾ നമ്മുടെ അച്ചാർ മുഴുവനായിട്ട് ഞാൻ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുപ്പി ഫുള്ളായിട്ടുണ്ട്, ഒരു കുപ്പിയുടെ പകുതിയുണ്ട്. അപ്പോൾ ഇത്രയും അച്ചാറാണ് നമുക്ക് ആ മാങ്ങ കൊണ്ട് ഇടാൻ പറ്റിയിട്ടുള്ളത്.
അപ്പോൾ എന്തായാലും നമ്മുടെ മാങ്ങ കേടായി പോവാതെ നമ്മളത് കുപ്പിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബോറടിച്ചെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ സംസാരം ഇത്തിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.